MBBS അഡ്മിഷൻ അലോട്ട്മെന്റുകളെല്ലാം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള MBBS അഡ്മിഷന്റെ സിംഹഭാഗവും കരസ്ഥമാക്കിയിരിക്കുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. എല്ലാ വർഷങ്ങളിലെ പോലെയും ഈ വർഷവും കേരളത്തിന്റെ മെഡിക്കൽ എൻട്രൻസ് ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർത്ത പേര് ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ബ്രില്യൻ സ്റ്റഡി സെന്റർ. നീറ്റ് 2025 ഫലം പ്രഖ്യാപിച്ചപ്പോൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം നിറഞ്ഞു നിന്നത് ബ്രില്യന്റിലെ പ്രതിഭകളുടെ അവിശ്വസനീയമായ റാങ്കുകളും സ്കോറുകളുമായിരുന്നു. കേരളത്തിലെ ആദ്യ 5 റാങ്കുകളിൽ 5ഉം ആദ്യ 10 റാങ്കുകളിൽ 8 റാങ്കുകളും ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. Unveiling the MBBS college choices of Kerala's top 10 students. ദീപ്നിയ DB കേരള 1ാം റാങ്ക്. ജിപ്മർ പോണ്ടിച്ചേരിയിലാണ് ദീപ്നിയ പഠിക്കുന്നത്. കേരളത്തിന്റെ അഭിമാനം എന്ന് തന്നെ വിളിക്കാം ദീപ്നിയെ. കേരള 1ാം റാങ്ക്. ഓൾ ഇന്ത്യ ഫീമെയിൽ കാറ്റഗറി 18ാം റാങ്ക്. ഓൾ ഇന്ത്യ 109ാം റാങ്ക് കരസ്ഥമാക്കിയ കോഴിക്കോടിന്റെ സ്വന്തം ദീപ്നിയ പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ നേടിയത് സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നാണ്. സർക്കാർ സ്കൂളിലെ അധ്യാപകരായ ദിനേശ് MPയുടെയും ബിജി MPയുടെയും മകളായ ഈ മിടുക്കി ബ്രില്യന്റിന്റെ കോഴിക്കോട് സെന്ററിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലൂടെയാണ് ഈ അത്ഭുത വിജയം നേടിയത്. ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് പറന്നുയർന്ന ദീപ്നിയയ്ക്ക് 25 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകിയാണ് ബ്രില്യന്റ് വിക്ടറി ഡേയിൽ ആദരിച്ചത്. ഹലോ, ഞാൻ ദീപ്നിയ. എന്റെ വീട് കോഴിക്കോടാണ്. കഴിഞ്ഞ നീറ്റ് 2025 എന്റെ സ്കോർ 43 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 109 ആയിരുന്നു. ഞാനിപ്പോ ജിപ്മർ പോണ്ടിച്ചേരിയിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ട് 3 മാസത്തോളമായിട്ട് ഉണ്ട്. ഞാൻ ആഗ്രഹിച്ച കോളേജിൽ തന്നെ പഠിക്കാൻ കഴിഞ്ഞതിൽ എനിക്കിപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. ജിപ്മർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ കോളേജസിൽ ഒന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ക്ലിനിക്കൽ എക്സ്പോഷർ ആയാലും ഒക്കെ വളരെ മികച്ചതാണ്. നമുക്കിവിടെ പഠനത്തോടൊപ്പം മറ്റ് പാഠ്യേതരമായ ഒരുപാട് കാര്യങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിച്ച കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ നേടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് കടപ്പാടുള്ളത് ബ്രില്യന്റിനോട് തന്നെയാണ്. ഞാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ കോഴിക്കോട് ആണ് പഠിച്ചത്. അവിടുത്തെ G3 ബാച്ചിലായിരുന്നു. അടുത്തതായി കേരള 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഷെഫിൻ മൻസൂർ. എയിംസ് ഡൽഹിയിലാണ് അദ്ദേഹത്തിന് അഡ്മിഷൻ കരസ്ഥമാക്കാൻ സാധിച്ചത്. രാജ്യത്തെ നീറ്റ് വിദ്യാർത്ഥികളുടെ എല്ലാം സ്വപ്ന സ്ഥാപനമായ എയിംസ് ഡൽഹിയിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് കേരളത്തിലെ 2ാം റാങ്ക് ജേതാവായ ഷെഫിൻ മൻസൂർ. ഷെഫിൻ മൻസൂർ കേരളത്തിലെ 2ാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 200ാം റാങ്കും സ്വന്തമാക്കിയ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഒമാനിൽ എഞ്ചിനീയർമാരായ മൻസൂർ അലി KPയുടെയും ഷാജിറ സീമ TCയുടെയും മകനാണ് ഷെഫിൻ. മാന്നാനത്തിലെ +1+2 പഠനത്തോടൊപ്പം ബ്രില്യന്റ് എൻട്രൻസ് കോച്ചിംഗ് നേടിയാണ് അദ്ദേഹം ഈ മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. എയിംസ് ഡൽഹിയിലേക്ക് പ്രവേശനം നേടിയ ഷെഫിന് 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ബ്രില്യന്റ് ആശംസകൾ നേർന്നു. ഹലോ, ഞാൻ ഷെഫിൻ മൻസൂർ. നീറ്റ് 2025 ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് 200ഉം കേരള റാങ്ക് 2ുമാണ്. ഞാൻ ഡോക്ടർ ആവണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയപ്പോൾ തന്നെ എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് കോളേജ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് എയിംസ് ഡൽഹി വരണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആ ഒരു 2 ഇയർ എൻ്റെ ഒരു മോട്ടിവേഷൻ അത് തന്നെയായിരുന്നു. എനിക്ക് ഇവിടെ എങ്ങനെയെങ്കിലും കിട്ടണം. ആൻഡ് ഇതിന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരുപാട് ഫ്രീഡം ഉണ്ട് നമുക്ക്. ലൈക്ക് അക്കാഡമിക്സിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും പെർസ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. ഇപ്പം എനിക്ക് റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാം വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിൽ അത് ചെയ്യാം, അങ്ങനെ കുറേ മ്യൂസിക് ടാലൻ്റ് ആണെങ്കിൽ അത് ചെയ്യാം. സോ അവർ കുറേ ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. സോ അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഞാൻ കേട്ടെടുത്തോളം ഇവിടെ എല്ലാ ടോപ്പ് പ്രൊഫസേഴ്സാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ സീനിയേഴ്സിനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴൊക്കെ ഇവിടെ തന്നെ സെലക്ട് ചെയ്യാനായിരുന്നു എല്ലാവരും എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ ഇവിടെ ഭോപ്പാലിലായിരുന്നു. സോ ഭോപ്പാൽ എയിംസിലായിരുന്നു. സോ അതിന് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത്. കേരള 3ാം സ്ഥാനം കരസ്ഥമാക്കിയ സബീഹ ബായ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സബീഹ പ്രവേശനം നേടിയിരിക്കുന്നത്. കേരളത്തിലെ 3ാം റാങ്കും ഓൾ ഇന്ത്യയിലെ 213ാം റാങ്കും നേടിയ ഈ തിരുവനന്തപുരം സ്വദേശിനി തന്റെ MBBS സ്വപ്നം
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടരാൻ തീരുമാനിച്ചു. LD ക്ലർക്കായ തൻസീറ ബായിയുടെയും മുൻ KSEB സീനിയർ സൂപ്രണ്ടായ ഹാറൂൺ സേട്ടിന്റെയും മകളായ സബീഹ ബ്രില്യന്റിലെ റിപ്പീറ്റർ പ്രോഗ്രാമിലൂടെയാണ് ഈ സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഈ ഉജ്ജ്വല വിജയത്തിന് 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും സബീഹയെ തേടിയെത്തി. എത്ര വലിയ നേട്ടങ്ങൾ കൈവരിച്ചാലും സ്വന്തം നാടിനോടുള്ള സ്നേഹമാണ് ട്രിവാൻഡ്രംകാരിയായ സബീഹയെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് പിന്നിൽ. ഹലോ എവരിവൺ, ഞാൻ സബീഹ. ഞാനിപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. ആദ്യമായിട്ട് ഞാൻ എന്റെ റാങ്ക് അറിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ജിപ്മർ എയിംസ് ഒക്കെ കൺസിഡർ ചെയ്തു. എന്നാൽ പിന്നെ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തന്നെ ചൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അതിന് പിന്നിൽ മെയിൻലി 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് TMCയുടെ ലെഗസിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മിടുക്കരായ ഡോക്ടേഴ്സിനെ സമ്മാനിച്ച് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. രണ്ടാമതായിട്ട് ഇവിടുത്തെ പേഷ്യന്റ് ലോഡാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേഷ്യന്റ് ലോഡുള്ള ഹോസ്പിറ്റലാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ആൻഡ് മൂന്നാമതായിട്ട് ഞാൻ എന്റെ സ്വന്തം കംഫോർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാന് തീരുമാനിച്ചത്. എന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസമായി. ഇതുവരെ എനിക്ക് വളരെ മനോഹരമായ അനുഭവമാണ് ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാം, MBBS എന്ന് പറയുന്നത് വളരെയധികം ഹാർഡ് വർക്ക് ആവശ്യപ്പെടുന്ന ഒരു കോഴ്സാണ്. എന്നാൽ ഇവിടുത്തെ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് നല്ല എൻജോയബിൾ ആണ്. അക്കാഡമിക്സിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച അനുഭവമാണ് എനിക്ക് ഇവിടെ സോഫാർ ഉണ്ടായിട്ടുള്ളത്. അടുത്തതായി NR രാമനാഥ്, കേരള 4ാം റാങ്ക്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിച്ചത്. കേരള 4ാം റാങ്ക്, ഓൾ ഇന്ത്യ 274ാം റാങ്ക്. ആലപ്പുഴ ചാരമൂട് സ്വദേശിയായ രാംനാഥ് KE മാന്നാനം സ്കൂളിലെ +1 +2 പഠനത്തിനൊപ്പം ബ്രില്യൻ കോച്ചിങ്ങിലൂടെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. രാംനാഥ് റിട്ടയർഡ് അധ്യാപകനായ നരേന്ദ്രനാഥിന്റെയും അഗ്രികൾച്ചർ ഓഫീസറായ രാജശ്രീയുടെയും മകനാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ രാംനാഥിന് 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും ലഭിച്ചു. ഹലോ, എന്റെ പേര് രാമനാഥ് NR. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. എനിക്ക് ഈ കഴിഞ്ഞ വർഷത്തെ നീറ്റിന് ഓൾ ഇന്ത്യ റാങ്ക് 274ഉം കേരള റാങ്ക് 4th ആയിരുന്നു. ഞാൻ ബ്രില്യനിന്റെ +1 +2 ഇന്റഗ്രേറ്റഡ് കോഴ്സിലായിരുന്നു ചേർന്നത്. റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു. ഞാൻ KE മാന്നാനത്താണ് പഠിച്ചത്. എന്റെ ക്ലാസ് ടീച്ചർ ബിദിൻ സാർ ആയിരുന്നു. അതുപോലെ സെന്റർ കോർഡിനേറ്റർ ബിജു സാർ ആയിരുന്നു. എനിക്ക് ഈ വർഷത്തെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിച്ചത് ബ്രില്യന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ബ്രില്യന്റിലെ മോഡൽ എക്സാംസ്, ഡൗട്ട്ലി ആൻസേഷൻസ് എന്നെ എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. ഞാൻ ബ്രില്യന്റെ ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും എനിക്കാണെങ്കിൽ തെറ്റെഴുതുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതിലെല്ലാം തെറ്റിയ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ഞാനത് വീണ്ടും റിവൈസ് ചെയ്തൊക്കെയായിരുന്നു പഠിച്ചത്. അടുത്തതായി കേരള 5ാം സ്ഥാനം കരസ്ഥമാക്കിയ ചെൽസി S തെരേസ് ആണ്. ചെൽസി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് തന്റെ MBBS സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. കേരള റാങ്ക് 5, ഓൾ ഇന്ത്യ 290. കോട്ടയത്തെ മുണ്ടക്കയത്ത് നിന്ന് ബ്രില്യന്റിന്റെ പാലായിലുള്ള സെന്ററിലെത്തി റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ് ചെൽസി ഈ വലിയ വിജയം കരസ്ഥമാക്കിയത്. കർഷകനായ സണ്ണി മാത്യുവിന്റെയും അധ്യാപികയായ ബീന ജോർജിന്റെയും മകളായ ചെൽസിക്ക് 3 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകിയാണ് ബ്രില്യൻ വിക്ടറി ഡേയിൽ ആദരിച്ചത്. ഹലോ, എൻ്റെ പേര് ചെൽസി തെരേസ്. ഞാനിപ്പം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പം ഇവിടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പം ഏകദേശം 2 മാസം ആവാറായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലെ തന്നെ ടോപ്പായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ഒന്നാണിത്. ഇവിടെ അക്കാഡമിക്കലി ആൻഡ് നോൺ അക്കാഡമിക്കലി എല്ലാ കാര്യങ്ങൾക്കും വളരെ അധികം മുൻപിൽ നിൽക്കുന്ന ഒരു കോളേജ് കൂടിയാണ്. MBBSനെ പറ്റി പറയുവാണെങ്കിൽ നീറ്റിനെക്കാട്ടിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് MBBS. ഇവിടെ നമുക്ക് നീറ്റിനെക്കാട്ടിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊരിക്കലും ഒരു സ്ട്രെസ് ആയിട്ടുള്ള കാര്യമല്ല.
ഇവിടെ തിയറി ക്ലാസ്സസിനെക്കാളും കൂടുതൽ പ്രാക്ടിക്കൽസ്, ഡിസ്കഷൻ അതൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ ഒരു ജേർണി നമുക്കൊരിക്കലും ഒത്തിരി സ്ട്രെസ് ആയിട്ട് തോന്നാറില്ല. ഇവിടെ ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഒത്തിരിയധികം എക്സാംസ് നടന്നു. അതേപോലെ തന്നെ വളരെയധികം പ്രോഗ്രാംസും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം എൻജോയ്മെന്റും പഠിത്തവും വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് MBBS. അങ്ങനെ ആദ്യ 5-ൽ 5 നേടിയ വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വിജയത്തിന്റെ അലയൊലികൾ ഇവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിലെ ടോപ്പ് 10-ലെ ബാക്കി 3 പ്രതിഭകളെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്താം. യെസ്, ഗൗതം TS കേരള 8ാം റാങ്ക്. ജിപ്മർ പോണ്ടിച്ചേരിയിലാണ് അദ്ദേഹം അഡ്മിഷൻ കരസ്ഥമാക്കിയത്. കേരളത്തിലെ 8ാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 426ാം സ്ഥാനവും നേടിയ തൃശൂർ സ്വദേശി ഗൗതം TS ബുർലിയൻ പാലായിലെ റിപ്പീറ്റർ പ്രോഗ്രാമിലൂടെയാണ് ഈ ലക്ഷ്യം നേടിയത്. അധ്യാപകനായ സുനിൽ ടിയുടെയും സ്വകാര്യ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഷീബ CPയുടെയും മകനാണ് ഗൗതം. ജിപ്മർ പോണ്ടിച്ചേരിയിൽ അദ്ദേഹത്തിന് പ്രവേശനം നേടി 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും ബുർലിൻ വിക്ടറി ഡേയിൽ ഗൗതമിന് സമ്മാനിച്ചു. ഹായ്, എൻ്റെ പേര് ഗൗതം. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ NEET 2025 എക്സാമിന് എനിക്ക് 621 മാർക്സും ഓൾ ഇന്ത്യ റാങ്ക് 426 നേടാൻ സാധിച്ചു. സോ ഞാൻ കറന്റ് ജോയിൻ ചെയ്തിരിക്കുന്നത് ജിപ്മർ പോണ്ടിച്ചേരി ക്യാമ്പസിലാണ്. സോ ജിപ്മറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ NEET പ്രെപ്പ് സമയത്ത് പോലും എൻ്റെ ഡ്രീം ക്യാമ്പസ് ആയിരുന്നു ജിപ്മർ. സോ എന്നെ ഇവിടെ എത്താൻ ഹെൽപ്പ് ചെയ്ത ബെർലിനോട് ഞാൻ നന്ദി പറയുന്നു. ജിപ്മർ ബേസിക്കലി ഒരു INI ആണ്. INI എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ജിപ്മറിൽ അക്കാഡമിക്സും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ച് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് ലെക്ചേഴ്സ് എടുക്കാൻ വരുന്ന പ്രൊഫസേഴ്സ് പോലും ഓൾ ഇന്ത്യ അക്രോസ് MBBS സ്റ്റുഡൻസ് പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്സിന്റെ ഓത്തേഴ്സ് ആണ് എനിക്ക് ഇവിടെ ലെക്ചേഴ്സ് എടുക്കാൻ വരുന്ന പ്രൊഫസേഴ്സ്. അതേപോലെ തന്നെ സോ നമുക്കറിയാം ഫാക്കൽറ്റീസ് എല്ലാം ടോപ്പ് നോച്ച് ആണ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇവിടെ ലെക്ചറേഴ്സ് എല്ലാം സെൻട്രലൈസ് ചെയ്ത കണ്ടീഷൻഡ് ആണ്. ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് ഏകദേശം 2 മാസമായി. സോ ഈ 2 മാസത്തിൽ തന്നെ ഇഷ്ടം പോലെ ഇന്റർ കോളേജ് കൾച്ചറൽ ഫെസ്റ്റും അക്കാഡമിക് ക്വിസസും അക്കാഡമിക് കോൺഫറൻസുകളും നടക്കുന്നുണ്ട്. സോ അക്കാഡമിക്സ് ആണെങ്കിലും കോ കരിക്കുലേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇമാജിൻ ചെയ്യുന്ന ഒരു ഐഡിയൽ കോളേജ് ലൈഫ് തന്നെയാണ് നമുക്ക് ജിപ്മറിൽ കിട്ടുന്നത്. അക്കാഡമിക്സിന്റെ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ ഇവിടെ കോ കരിക്കുലേഴ്സിനും ഉണ്ട്. സോ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലുള്ള നിങ്ങളുടെ സ്കിൽസ് കാണിച്ചെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ജിപ്മർ ഇവിടെ തരുന്നുണ്ട്. പിന്നെ ജിപ്മറിലുള്ള സംഭവമാണ് EC എന്ന് പറയുന്നത്. EC എന്ന് വെച്ചാൽ ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ. ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസിന് സോ എല്ലാ വീക്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അനാട്ടമി, ഫിസിയോളജി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് നമ്മളെ OPD കൊണ്ടുപോകും. എന്നിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറസ്പോണ്ടിങ് കേസിനോട് ക്ലിനിക്കൽ കേസിനോട് നമുക്ക് എക്സ്പോസ് ചെയ്ത് തരും. സോ അപ്പം നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാം. സോ ബേസിക്കലി പേഷ്യന്റ് ഡോക്ടർ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈഡിനോടുള്ള ഒരു എക്സ്പോഷർ തുടക്കത്തിലേ നമുക്ക് കിട്ടും. സോ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ഞാൻ ഇവിടെ ജിപ്മറിൽ മാത്രമേ കാണുന്നുള്ളൂ. വേറെ അധികം മെഡിക്കൽ കോളേജുകളിലൊന്നും ഞാനിത് കാണുന്നില്ല. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് EC. അടുത്തതായി അനുജിത്ത് AP കേരള 9ാം റാങ്കാണ് ഈ മിടുക്കൻ കരസ്ഥമാക്കിയത്. AFMC പൂനെയിലാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് 462 സ്വന്തമാക്കിയ കണ്ണൂർ സ്വദേശി അനുജിത്ത് AP സൈനിക ഡോക്ടർ എന്ന സ്വപ്നവുമായി AFMC പൂനെയിലേക്ക് പ്രവേശിച്ചു. എക്സൈസ് വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത രാജീവൻ Mന്റെയും വീട്ടമ്മയായ പ്രവീണ MPയുടെയും മകനാണ് കണ്ണൂർ സ്വദേശിയായ അനുജിത്ത്. ബ്രില്യൻ പാലായുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ് ഈ വലിയ നേട്ടം കൈവരിച്ചത്. അനുജിത്തിന് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകിയാണ് ബ്രില്യൻ മെഡിക്കൽ വിക്ടറി ഡേയിൽ ആദരിച്ചത്. അടുത്തതായി കേരള 10ാം റാങ്ക് കരസ്ഥമാക്കി ഹർഷ് G ഹരി. ഓൾ ഇന്ത്യ റാങ്ക് 480 നേടി കേരളത്തിലെ ഏറ്റവും മികച്ച 10 വിദ്യാർത്ഥികളിൽ ഇടം നേടിയ ഹർഷ് G ഹരിയും ബ്രില്യന്റ് വിദ്യാർത്ഥിയാണ്. ബ്രില്യന്റ് എൻട്രൻസ് കോച്ചിംഗ് പ്രോഗ്രാമിലൂടെ വിജയം നേടിയ ഹർഷ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി. കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൽ +1+2 പഠനത്തോടൊപ്പം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ എൻട്രൻസ് കോച്ചിംഗ് പ്രോഗ്രാമിലൂടെയാണ് ഹർഷ് ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ജനറൽ മാനേജറായി വർക്ക് ചെയ്യുന്ന J ഹരികുമാറിന്റെയും നഴ്സായി സേവനമനുഷ്ഠിക്കുന്ന ഗീത ഹരികുമാറിന്റെയും മകനാണ് ഹർഷ്. അദ്ദേഹത്തിനും 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ബ്രില്യന്റ് ആദരിച്ചു.
രാജ്യത്തെ വിവിധ എയിംസുകൾ, ജിപ്മർ പോണ്ടിച്ചേരി, AFMC പൂനെ, അന്യസംസ്ഥാനത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും വിവിധ പ്രമുഖ മെഡിക്കൽ കോളേജുകളിലേക്ക് ബ്രില്യന്റ് വിദ്യാർത്ഥികൾ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു 2025-ലും. യെസ്, ഈ വിജയങ്ങൾ ഓരോന്നും തെളിയിക്കുന്നത് ഒന്നേ ഉള്ളൂ, ബ്രില്യന്റ് സ്റ്റഡി സെന്റർ വെറും ഒരു പരിശീലന കേന്ദ്രമല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്ന് വിദ്യാർത്ഥികളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന വിജയത്തിന്റെ ശില്പശാല കൂടിയാണ് ബ്രില്യന്റ്. സോ ഈ പ്രതിഭകളെല്ലാം കഠിനാധ്വാനം ചെയ്തവരാണ്. എന്നാൽ അവർക്ക് കൃത്യമായ ദിശാബോധം നൽകിയത് ബ്രില്യന്റിലെ വിദഗ്ധ പരിശീലനമാണ്. ഈ വിജയഗാഥകൾ തുടർക്കഥയാക്കാൻ ബ്രില്യന്റ് ആരംഭിക്കുന്ന ബ്രില്യൻസ് നീറ്റ് ഡോമിനേഷൻ 2025ന്റെ പുതിയ അധ്യായങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടാം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. Brilliant Study Center, India's #1 coaching center for NEET and JEE.